ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2021 പുറത്തിറങ്ങിയ അസ്മി എന്ന ഒരു തെലുങ്ക് മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ 2016 നടക്കുന്നത് പോലെ കാണിക്കുന്നു. ഒരു പെൺകുട്ടിയെ ഒരു റൂമിൽ അടച്ചു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇവളുടെ പേരാണ് അസ്മി. ഇവൾ എന്തിനാണ് ഇവിടെ വന്നത്, എങ്ങനെയാണ് വന്നത് എന്നൊന്നും നമുക്കറിയില്ല. ഇവളിപ്പോൾ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങുന്നു. ആ സമയത്ത് അവളുടെ കാലിൽ എന്തോ ഒരു ഡിവൈസ് ഘടിപ്പിച്ചിട്ടുണ്ട്. അവളപ്പോൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ആ ഡിവൈസിൽ നിന്നും എന്തോ ഒരു ഷോക്ക് അടിച്ചിട്ട് അവൾ അവിടെ തന്നെ വീഴുകയാണ്. അവൾ എന്നിട്ട് ആ ഒരു ഡിവൈസ് കാലിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി കുറേ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ഇവളാണെങ്കിൽ അപ്പോൾ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവൾ ഇരിക്കുന്ന റൂമിന്റെ ഡോറിന് അപ്പുറത്തായിട്ട് മറ്റാരോ വ്യക്തി ഉള്ളതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇവൾ എന്നിട്ട് ആ ഒരു വ്യക്തിയുടെ അടുത്ത് ഒരുപാട് കെഞ്ചുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നത് കൊണ്ട് കുറച്ച് വെള്ളമെങ്കിലും തരൂ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എന്നാൽ അയാൾ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ കുറച്ച് നാളുകൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ കുടിക്കാനോ കഴിക്കാനോ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ഇവള് അയാളുടെ അടുത്ത് ഒരു വിധത്തിൽ കെഞ്ചി നോക്കുന്ന സമയത്ത് അയാൾ പറയുന്നു, നീ നിന്റെ ഡ്രസ്സൊക്കെ അഴിക്ക്, എന്നിട്ട് ഞാൻ തരുന്ന ഡ്രസ്സ് ഇട് എന്ന് പറയുന്നു. അങ്ങനെ ഇവള് അയാൾ പറഞ്ഞതുപോലെ അയാൾ തന്ന ആ ഒരു ഡ്രസ്സ് ഇടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അയാൾ ഇവൾക്ക് വേണ്ടിയിട്ട് ഒരു ബണ്ണാണ് കൊടുക്കുന്നത്, ഒരു ബണ്ണും കുറച്ച് വെള്ളവും. അങ്ങനെ ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു. 2020 കാണിക്കുന്നു. ഇവളുടെ രണ്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവളെ കാണാതെ പോയിട്ട് 3-4 വർഷമായി, ഇവൾ എവിടെയാണ് പോയത് എന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ട് വരികയാണ്. ഇതിൽ ഒരാളുടെ പേര് ഇന്ദു എന്നാണ്, ഒരാളുടെ പേര് ഐസു എന്നാണ്. അപ്പോൾ ഐസു പറയുന്നു, അവളുടെ കാര്യമൊന്നും എൻ്റെ അടുത്ത് പറയണ്ട, ശിവയെ ഞാൻ എത്രയധികം സ്നേഹിച്ചതാണെന്ന് അറിയോ, പക്ഷെ അവളെ കണ്ടേ പിന്നെ അവൻ എന്നെ മറന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു വരികയായിരുന്നു. പെട്ടെന്ന് കാറിന്റെ മുന്നിലായിട്ട് ഒരു ലേഡി വന്ന് നിൽക്കുന്നു. അപ്പോൾ അറിയാതെ പെട്ടെന്ന് അവൾക്കിട്ട് ഇടിക്കുകയാണ്. അങ്ങനെ ഇവര് അത് ആരാണെന്ന് ചെന്ന് നോക്കുന്ന സമയത്ത് നമ്മളുടെ ഹീറോയിൻ ആയിരുന്നു അത്. അവളാണെങ്കിൽ ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ അവള് ബോധം കെട്ട് വീണിരുന്നു. അങ്ങനെ ഇവര് പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ദു ഉടനെ തന്നെ എന്നിട്ട് നമ്മളുടെ ശിവയെ കോൾ ചെയ്യുകയാണ്. ശിവയും ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. എന്നാൽ ഐസുവിനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇത്രയും വർഷം ഇവളെ കൊണ്ടൊരു ശല്യം ഇല്ലായിരുന്നു, ഇപ്പൊ ഇവള് പിന്നെയും വന്നല്ലോ എന്നൊക്കെ ഓർത്ത് ഐസു വല്ലാതെ ദേഷ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. ഇപ്പോൾ ഇന്ദുവിന്റെ അടുത്ത് ശിവ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുന്നു. അവളും അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ശിവനോട്, നിങ്ങൾ അസ്മിയെ നോക്കിക്കോളൂ, ഞാൻ ഇപ്പൊ വരാം, എനിക്ക് ചെറിയൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഈ ശിവ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്മിയെ വളരെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അവനാണെങ്കിൽ അവളെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ അവന്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവള് നല്ലപോലെ ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ശിവ കുറെ നേരം അവളെ നോക്കി ഇരുന്നിട്ട് അവൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവുകയാണ്. അസ്മി ആണെങ്കിൽ നൈറ്റ് ആയ സമയത്ത് വാഷ്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റ് തന്റെ കാല് നിലത്ത് ചവിട്ടാൻ തുടങ്ങുന്ന സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് വേദനിച്ച് അവള് വീഴാൻ വേണ്ടി പോവുകയാണ്. ഉടനെ തന്നെ ശിവ നേരെ പോയിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവളുടെ ആണെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് അവളുടെ കാലില് ആ ഒരു ഡിവൈസ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, സോ അതിന്റെ പെയിന് അവൾക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആവുമ്പോൾ ഇന്ദു അവിടേക്ക് വരുന്നു. ഇന്ദു വന്നിട്ട് അവളുടെ അടുത്ത്, നിനക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അസ്മിയുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അസ്മി കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇന്ദുവിന്റെ അടുത്ത് ചോദിക്കുന്നു, എന്റെ അച്ഛനും അമ്മയൊക്കെ എവിടെയെന്ന്. അപ്പോൾ അവര് മരിച്ചുപോയി എന്ന് പറയുന്നത് കേട്ടിട്ട് അസ്മി ആകെ സങ്കടത്തോടു കൂടി അവിടെ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ അതിനുശേഷം അവള് ഡിസ്ചാർജ് ആവുന്നു. ഡിസ്ചാർജ് ആയതിനു ശേഷം ശിവ അവളെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്ന സമയത്ത് അവളും സമ്മതിച്ച് അവന്റെ കൂടെ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അത് ഭയങ്കര വലിയ വീടാണ്. അങ്ങനെ അവൾ അവിടെ ചെന്ന് അവൾ അവിടെ റൂമില് നിലത്ത് തറയിലാണ് കിടക്കുന്നത്. അവൻ അവൾക്കുള്ള ഭക്ഷണമൊക്കെ എടുത്ത് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവളാണെങ്കിൽ ഇങ്ങനെ തറയിൽ കിടക്കുകയാണല്ലോ. അപ്പോൾ അവൻ അവളുടെ കാലിൽ നോക്കുന്ന സമയത്ത് ആ ഒരു ഡിവൈസ് കുറെ വർഷങ്ങളായിട്ട് ഘടിപ്പിച്ചത് കൊണ്ട് കാലില് ഒരു പാടും മുറിവൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവനപ്പോൾ പതിയെ ആ ഒരു മുറിവിൽ ഇങ്ങനെ തൊടുന്ന സമയത്ത് അവള് പെട്ടെന്ന് ഭയക്കുകയാണ്. അവിടെ വെച്ച് കട്ടായി ഇവൾ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ പ്രശ്നങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണിക്കുകയാണ്. അതായത് ഇവളെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു വ്യക്തി റൂമിന്റെ ഡോറ് 3 തവണ തട്ടിക്കഴിഞ്ഞാൽ ഇവള് പെട്ടെന്ന് തന്നെ ഇവളുടെ കണ്ണും മുഖമൊക്കെ മൂടി അവിടെ സൈഡിൽ പോയി നിൽക്കണം. അയാൾ വന്നിട്ട് ഭഗവത്ഗീതയൊക്കെ കുറെ അവിടെ നിന്ന് വായിക്കും. അതിനെപ്പറ്റി കുറെ കാര്യങ്ങളൊക്കെ ഇവളുടെ അടുത്ത് പറയും. ഇവളത് മുഴുവൻ കേട്ട് നിൽക്കും. അവൻ അവിടെ നിന്ന് പോയതിനു ശേഷം മാത്രമേ ഇവൾക്ക് ആ കണ്ണ് കെട്ടിയത് അഴിക്കാൻ വേണ്ടി സാധിക്കൂ. ചില സമയത്ത് ഇവൾക്കുള്ള ഭക്ഷണം പ്ലേറ്റിലൊന്നും കൊടുക്കാതെ നിലത്തിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുവരെ കഴിക്കേണ്ട അവസ്ഥ അവൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ ഹീറോയിൻ ആണെങ്കിൽ ആരാണ് അവളെ തട്ടിക്കൊണ്ട് വന്നതെന്നോ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും യാതൊരു ഐഡിയയും ഇല്ല. അവിടെ വെച്ച് കെട്ടായി അങ്ങനെ ഫ്ലാഷ് ബാക്ക് അവസാനിക്കുകയാണ്. ഇപ്പോൾ 6-7 മാസം കഴിയുകയാണ്. എന്നാൽ ഈ 6-7 മാസം കഴിഞ്ഞിട്ടും നമ്മളുടെ ഹീറോയിന്റെ മനസ്സിൽ നിന്നും ഈ കാര്യങ്ങളൊന്നും മാഞ്ഞു പോകുന്നില്ല. കാരണം അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ആണ് ആ ഒരു എക്സ്പീരിയൻസസ് അവൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ശിവ അവളുടെ അടുത്ത് സംസാരിക്കുന്നു, നീ ഇപ്പോൾ വന്നിട്ട് 6-7 മാസമായി, ഇനിയും നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ നമുക്ക് നമ്മളുടെ പുതിയൊരു ജീവിതം തുടങ്ങണം, നമുക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ അവളുടെ അടുത്ത് സംസാരിക്കുന്നു. എന്നാൽ നമ്മുടെ ശിവ
ശിവ അവളുടെ അടുത്ത് എത്രയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഭാഗത്തു നിന്നും യാതൊരു റെസ്പോൺസും ലഭിക്കാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഇവളിപ്പോ ഒന്നും പറയാത്തത് കൊണ്ട് ശിവ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇപ്പോൾ കറക്റ്റ് ഇന്ദു അങ്ങോട്ട് വന്നിട്ട് അവളുടെ അടുത്ത് ശിവ അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവള് പറയുന്നു, ശിവ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ 6-7 മാസം അവൻ എങ്ങനെയാണ് എന്നെ നോക്കിയതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ 3-4 വർഷത്തേക്ക് നടന്ന കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ദു അവളുടെ അടുത്ത് കുറെ സംസാരിച്ച് ആ കാര്യങ്ങളൊക്കെ മറക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയിനും നല്ലപോലെ ആലോചിച്ചിട്ട് ശിവയുടെ അടുത്ത് അവളുടെ ഇഷ്ടം തുറന്നു പറയാന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവളിപ്പോൾ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മളുടെ ശിവയുടെ അടുത്ത് ചെന്ന് അവനെ ഹഗ് ചെയ്തിട്ട് അവന്റെ അടുത്ത് ഇഷ്ടം തുറന്നു പറയുന്നു. അങ്ങനെ ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ കല്യാണമൊക്കെ കഴിയുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അവള് പിന്നെയും ആ ഒരു സ്വപ്നം കാണുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അവളുടെ സ്വപ്നത്തിൽ പിന്നെയും ആ ഒരു കാര്യം കാണുകയാണ്. അതായത് ഇവൾ ആ ഒരു റൂമിൽ നിൽക്കുന്നതും ഇവളുടെ കാലിൽ ആ ഒരു ഡിവൈസ് ഘടിപ്പിച്ചിരിക്കുന്നതും ഒക്കെ അവൾ കണ്ടിട്ട് അവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അവൾ ശിവയുടെ അടുത്ത് പറയുന്നു, ഇത്രയും നാളുകൾ കഴിഞ്ഞാലും എന്റെ മനസ്സിൽ നിന്നും അതൊന്നും പോകുന്നില്ല, എനിക്ക് അതൊക്കെ ഓർത്തിട്ട് പിന്നെയും പിന്നെയും പേടിയായിക്കൊണ്ടിരിക്കുകയാണ്. അവനപ്പോൾ അവളെ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നു, ഇന്ന് ബോസ് വീട്ടിലേക്ക് വരുന്നുണ്ട്, നീ ഭക്ഷണമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയെന്ന്. അപ്പോൾ അവള് ഇപ്പൊ തന്നെ അത് വേണോന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നു, മറ്റാരെങ്കിലും ഒക്കെ വന്ന് നിന്റെ അടുത്തൊന്ന് സംസാരിക്കുമ്പോൾ നീ കുറച്ച് റിലാക്സ് ആവും, നീ പഴയ കാര്യങ്ങളൊക്കെ മറക്കും എന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോയിൻ ഡിന്നറൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ശിവയും ബോസും കൂടി അങ്ങോട്ട് വരുന്നു. അപ്പോൾ ഹീറോയിനെ കണ്ടിട്ട് ബോസ് നിങ്ങളെ കാണാൻ നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിൻ ഈ ഒരു വോയിസ് എവിടെയോ കേട്ടതുപോലെ ഇങ്ങനെ ഒരു തോട്ട് വരുന്നത്. അതിനുശേഷം ഇവര് 3 പേരും കൂടി ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശിവ ബോസിന്റെ അടുത്ത് ചോദിക്കും, പ്രൊഫസർ നിങ്ങൾക്ക് എപ്പോഴാണ് കല്യാണമെന്ന്. അപ്പോൾ അത് കേട്ട സമയത്ത് നമ്മളുടെ ഹീറോയിൻ, ഇദ്ദേഹം നിങ്ങളുടെ ബോസ് ആണെന്നല്ലേ പറഞ്ഞേ, പിന്നെന്തിനാണ് പ്രൊഫസർ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശിവ പറയുന്നു, അതൊക്കെ ശരിയാണ്, പക്ഷെ ഓഫീസിൽ ഞങ്ങൾ എല്ലാവരും ഇദ്ദേഹത്തെ പ്രൊഫസർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അയാളും പറയുന്നു, അതെ ഇവരെല്ലാവരും എന്നെ പ്രൊഫസർ എന്ന് വിളിച്ചിട്ട് ഞാനിപ്പോ ഒരു പ്രൊഫസറെ പോലെയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മളുടെ ഹീറോയിൻ ആകെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹീറോയിനെ തട്ടിക്കൊണ്ടുപോയ ആ വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹവും പറഞ്ഞിരുന്നത് അയാൾ ഒരു പ്രൊഫസർ ആണെന്നാണ്. അത് മാത്രമല്ല ഈ ബോസ് ഇപ്പൊ വന്നിട്ട് ഭഗവത്ഗീതയെ പറ്റിയൊക്കെ കുറെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട സമയത്ത് ഇവൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു, അതായത് ഇവളെ തട്ടിക്കൊണ്ടുപോയ ആ വ്യക്തിയും കൂടുതലും ഭഗവത്ഗീതയെ പറ്റിയൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇയാളാണോ തട്ടിക്കൊണ്ടു പോയതെന്ന് ഭയങ്കരമായിട്ടുള്ള സംശയം തോന്നുന്നു. പക്ഷെ അവൾ ആ ഒരു സംശയമൊന്നും പുറത്ത് കാണിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ശിവയും ബോസും കൂടിയിട്ട് മദ്യപിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ബോസ് കുടിച്ചു കുറച്ച് ഓവർ ആവുകയാണ്. എന്നിട്ട് ഇപ്പോൾ ശിവ നമ്മളുടെ ഹീറോയിന്റെ അടുത്ത് പറയുന്നു, ബോസിന് ഒരു ബോട്ടിൽ കൂടി വേണം, അവിടെ ഒരു ബോട്ടിൽ ഇരിപ്പുണ്ട്, നീ അതിങ്ങ് എടുത്തോണ്ട് വാന്ന്. അങ്ങനെ അവളിപ്പോൾ നേരെ പോയിട്ട് ആ ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഉറങ്ങാനുള്ള മരുന്നൊക്കെ കലർത്തിയിട്ട് അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ശിവയും അത് കുറച്ച് കുടിക്കുന്നുണ്ട്, അതുപോലെ ബോസും കുടിക്കുന്നു. അങ്ങനെ കുറെ മദ്യപിച്ചതിന് ശേഷം ബോസിന് പിന്നെ നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇപ്പോൾ ശിവ ബോസിനെ കൊണ്ടുപോയി താഴെ കെടുത്തിയിട്ട് അവൻ മുകളിലുള്ള അവളുടെ റൂമിലേക്ക് വരുന്നു. അങ്ങനെ ഇപ്പോൾ ശിവ അവിടെ വന്ന് കിടന്നുറങ്ങിയതിനു ശേഷം അവള് ഗൺ എടുത്തുകൊണ്ട് നേരെ ബോസ് ഇരിക്കുന്ന റൂമിലേക്ക് പോവുകയാണ്. അവൾ അങ്ങനെ ആ റൂമിൽ ചെന്നിട്ട് അവള് സ്മെല്ല് ചെയ്ത് നോക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഈ 3-4 വർഷം തടവിലാക്കിയിരുന്ന സമയത്ത് അവൾക്ക് ആരാണ് തടവിലാക്കിയതെന്നുള്ളത് ആ വ്യക്തിയെ അവൾ കണ്ടിട്ടില്ല. പക്ഷെ ആ വ്യക്തി അടുത്ത് വരുമ്പോ ഒക്കെ അവൾക്ക് സ്മെല്ല് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ഇപ്പോൾ അത് ഇയാൾ തന്നെയാണെന്ന് മനസ്സിലാവുകയാണ്. എന്നിട്ട് അവൾ ഇപ്പോൾ അയാളെ അവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഒരു കസേരയിൽ കെട്ടിയിടുകയാണ്. അവൾ എന്നിട്ട് അയാളെ കെട്ടിയിട്ട് അയാളുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് അയാളോട് ചോദിക്കുകയാണ്, എന്തിനാണ് എന്നോട് ഈ ക്രൂരത ചെയ്തത്, ഇത്രയും നാൾ എന്നെ എന്തിനാണ് തടവിലാക്കി വെച്ചത്, ഞാൻ പുറത്തു വന്നപ്പോൾ എന്റെ അമ്മയും അച്ഛനും ആരും ജീവനോടെ ഇല്ല, ഇതിനെല്ലാത്തിനും നീ എനിക്ക് മറുപടി തരണം എന്നൊക്കെ പറഞ്ഞ് അവൾ അയാളെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ അയാളാണെങ്കിൽ താനൊന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സമയത്ത് അവള് അയാളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അപ്പൊ ഈ ഒരു ശബ്ദമൊക്കെ ശിവ കേട്ടിട്ട് അവനിങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അടുത്ത് നമ്മളുടെ ഹീറോയിനെ കാണുന്നില്ല. അങ്ങനെ അവൻ നേരെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് തന്റെ ബോസിനെ ഇങ്ങനെ ഇവള് കെട്ടിയിട്ടിരിക്കുന്നത് അയാൾ കണ്ടത്. അങ്ങനെ ഇപ്പോൾ ശിവ നീ എന്താണ് ഈ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവള് പറയുന്നു, ഇയാളെയാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് തേടിക്കൊണ്ടിരുന്നത്, എന്നെ തടവിലാക്കിയിട്ട് എന്നെ ഇത്രയും കാലം ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് ഇവനാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ശിവ ചോദിക്കുന്നു, പക്ഷെ നീ അയാളെ കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അപ്പോൾ ഹീറോയിൻ പറയുന്നു, ഇവന്റെ ശബ്ദം എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന്. എന്നാൽ ശിവയാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല. ശിവ പറയുന്നു, ഇദ്ദേഹം ശരിക്കും എനിക്ക് ജോലി തരികയും ഒക്കെ ചെയ്ത ആളാണ്, ഞാൻ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്, ഇദ്ദേഹം തീർച്ചയായിട്ടും അങ്ങനെയൊന്നും
ചെയ്യില്ല എന്നൊക്കെ ശിവ പറയുകയാണ്. അപ്പോൾ ഈ ബോസ് ആണെങ്കിൽ എനിക്ക് കുറച്ച് വെള്ളം തരുമെന്നൊക്കെ പറഞ്ഞ് കെഞ്ചുന്ന സമയത്ത് ശിവ പറയുന്നു അയാൾക്ക് കുറച്ച് വെള്ളമെങ്കിലും കൊടുക്കാൻ. അപ്പോൾ ഹീറോയിൻ പറയുന്നു എത്രയോ നാളുകൾ ഞാൻ അവിടെ വെള്ളം പോലും ഇല്ലാതെ ജീവിച്ചിട്ടുണ്ട് ഇയാൾ കാരണം, അതുകൊണ്ട് ഇയാൾക്ക് ഇപ്പോൾ ഒരു തരി വെള്ളം പോലും കൊടുക്കില്ല എന്ന് പറയുന്നു. പക്ഷെ നമ്മളുടെ ശിവ അത്രയും കെഞ്ചി ചോദിക്കുന്ന സമയത്ത് ഹീറോയിൻ അതിനെ സമ്മതിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ശിവ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് കയ്യിലൊരു കത്തി എടുക്കുന്നു. എന്നിട്ട് ശിവ തന്റെ ബോസിന് വെള്ളം കൊടുക്കാൻ വേണ്ടി പോകുന്നത് പോലെ ചെന്നിട്ട് കത്തി വെച്ച് ആ ഒരു കെട്ട് അഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നമ്മളുടെ ഹീറോയിൻ അവനോട് അങ്ങോട്ട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവള് നേരെ ആ ബോസിന്റെ അടുത്തേക്ക് ചെന്നിട്ട് മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് അവള് ഗണ്ണെടുത്തിട്ട് അയാളുടെ തലയ്ക്ക് മുകളിലേക്ക് ചൂണ്ടുന്ന സമയത്ത് പെട്ടെന്ന് ശിവയാകെ പേടിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്നും ആ കത്തി നിലത്തേക്ക് വീഴുന്നു. അത് കണ്ടിട്ട് അവള് നേരെ ശിവയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഈ ബോസ് കാലുകൊണ്ട് ഇവളെ തട്ടി വീഴ്ത്തുകയാണ്. എന്നിട്ട് അവൾ എഴുന്നേറ്റിട്ട് ശിവയുടെ അടുത്ത് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു ഇദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, നിനക്ക് ആള് മാറിയതായിരിക്കും, ഇദ്ദേഹം എനിക്കൊരു ജീവിതമൊക്കെ തന്ന നല്ലൊരു മനുഷ്യനാണ്. അപ്പോഴേക്കും ഈ ബോസ് ആണെങ്കിൽ ശിവയുടെ അടുത്ത് എന്താണ് രണ്ടുപേരും കൂടി നാടകം കളിക്കുകയാണോ, ശിവ നിനക്കൊരു ജീവിതം തന്നത് ഞാനാണ്, അതുകൊണ്ട് ഇവളെ മര്യാദയ്ക്ക് അടിച്ചൊരു മൂലക്കിട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബോസ് സംസാരിക്കുകയാണ്. അപ്പോൾ ശിവ അവളുടെ അടുത്ത് നീ പുറത്തേക്ക് വാ നമുക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവളെ പുറത്തേക്ക് വിളിക്കുന്നു. അവളപ്പോ ഈ ബോസിന്റെ അടുത്ത് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും മര്യാദയ്ക്ക് സത്യം സമ്മതിച്ചോ ഇല്ലെങ്കിൽ കൊന്നു കളയോന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അവള് പുറത്തേക്ക് ചെല്ലുന്നു. ശിവ എന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കുന്നു ഇയാളാണെന്ന് നിനക്ക് എന്താണ് ഇത്ര ഉറപ്പെന്ന്. അപ്പൊ അവള് പറയുന്നു അയാളുടെ പേര് പ്രൊഫസർ എന്നാണെന്നാണ് അയാൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഇയാൾ ഭഗവത്ഗീതനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും, മാത്രമല്ല അയാളുടെ സ്മെല്ലും എനിക്ക് മനസ്സിലായി, ഇയാൾ എന്നെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവളിപ്പോ അവന്റെ അടുത്ത് പറയുകയാണ്. സോ ഇത് കേട്ട സമയത്ത് ശിവയും ആകെ ഷോക്ക് ആവുന്നു. നീ എന്താണ് ഈ ഒരു വിഷയം എന്റെ അടുത്ത് നേരത്തെ പറയാത്തതെന്നൊക്കെ അവൻ അവളുടെ അടുത്ത് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ അവള് പറയുന്നു ഇവൻ എന്നോട് ചെയ്തിട്ടുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നീ തന്നെ അവനെ ചെന്ന് കൊല്ലും എന്ന്. ഇത് കേട്ടപ്പോഴേക്കും ശിവ പറയുന്നു ഇത് ഇവനാണെന്ന് കൺഫേം നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഇവനെ കൊല്ലും. അപ്പോൾ അവള് പറയുന്നു ഇത് തീർച്ചയായിട്ടും അവൻ തന്നെയാണ്, വേണമെങ്കിൽ അവന്റെ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് ഒരു പാടുണ്ടായിരിക്കും, നീ ചെന്ന് അത് കറക്റ്റ് ആയിട്ടുണ്ടോ നോക്ക്, അങ്ങനെയാണെങ്കിൽ ഇത് അവൻ തന്നെയാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയുമെന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ശിവ ചെന്ന് നോക്കുന്ന സമയത്ത് കറക്റ്റ് അതുപോലെ ഒരു പാടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ചെയ്തത് ബോസ് ആണെന്നുള്ള കാര്യം ശിവ കൺഫേം ചെയ്യുകയാണ്. അപ്പോഴേക്കും ബോസ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ശിവ നിനക്കൊരു ജീവിതം തന്നത് ജോലി തന്നത് ഒക്കെ ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ബോസ് കുറെ കൺവിൻസിംഗ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ബോസ് ഇപ്പോൾ തനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ സമയത്ത് അവള് അതിനൊന്നും സമ്മതിക്കുന്നില്ല, അവള് ഭയങ്കര ക്രൂവലായിട്ട് തന്നെ ബിഹേവ് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശിവയുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് 1 മണിക്കൂറിനുള്ളിൽ കാർ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞത്. ശിവ കുറെ വേണ്ട ഞാനിവിടെ തിരക്കിലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ശിവ ഈ കാര്യം നമ്മളുടെ ഹീറോയിന്റെ അടുത്ത് പറയുന്നു. എന്നിട്ട് അവളുടെ അടുത്ത് ഇയാളെ പെട്ടെന്ന് തന്നെ വിട്ടയക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മളുടെ ഹീറോയിൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും 1 മണിക്കൂറും കൂടി ഉണ്ടല്ലോ ഫ്രണ്ട് വരാൻ, ആ സമയത്തിനുള്ളിൽ ഇവനെ കൊണ്ട് ഞാൻ സത്യം പറയിക്കുമെന്ന് അവള് പറയുന്നു. അങ്ങനെ ഇവൾ എന്തായാലും ഇയാളെ വെറുതെ വിടാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ശിവയ്ക്ക് മനസ്സിലായി. അങ്ങനെ ശിവ ഇപ്പോൾ ബോസിന്റെ അടുത്ത് ചെന്നിട്ട് സാർ നിങ്ങളാണ് ചെയ്തതെന്ന് സമ്മതിച്ചേക്കോ ഇല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ശിവ ബോസിന്റെ അടുത്ത് പറയുന്നു. പക്ഷെ ബോസ് ആണെങ്കിൽ എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ കുറച്ച് ജെനുവിനായിട്ട് സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ശിവയാണെങ്കിൽ ഹീറോയിൻ കേൾക്കാതെ ബോസിന്റെ അടുത്ത് പറയുന്നു തൽക്കാലം ഇവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ ഇത് സമ്മതിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് എന്തൊക്കെയാണോ സംഭവിച്ചത് ആ കാര്യങ്ങളൊക്കെ ബോസിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ശിവ ഇപ്പോൾ ഫോണിൽ വീഡിയോ റെക്കോർഡർ ഓൺ ആക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ബോസ് വീഡിയോയിൽ നോക്കിയിട്ട് ഇതൊക്കെ ഞാനാണ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഇത് കേട്ട സമയത്ത് നമ്മളുടെ ഹീറോയിൻ ഇവൻ ശരിക്കും മുഴുവൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, എന്റെ കാലിൽ ഇവനൊരു ഡിവൈസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വെച്ച് ഇവൻ എന്നെ ക്രൂരമായിട്ടാണ് അവിടെ തടവിൽ വെച്ചിരുന്നത്. അങ്ങനെ പറഞ്ഞ് അവളിപ്പോൾ ഗണ്ണെടുത്തിട്ട് ആ ബോസിന്റെ തലയിൽ വെക്കുന്നു. അപ്പോഴേക്കും അയാൾ ആ ഗണ്ണ് പിടിച്ചു വാങ്ങിയിട്ട് നമ്മളുടെ ശിവയുടെ നേരെ ആ ഗണ്ണ് ചൂണ്ടുന്നു. എന്നിട്ട് ശിവയെ ഇങ്ങനെ പിടിച്ചിട്ട് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. ആ സമയത്ത് അവൾ അടുത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് അയാൾ തോക്ക് വെച്ചിട്ട് ശിവയ്ക്ക് വെടിവെക്കുന്നു. പക്ഷെ ആ തോക്കിൽ ഉണ്ടയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ശിവയ്ക്കൊന്നും പറ്റുന്നില്ല. അവളപ്പോൾ പെട്ടെന്ന് തന്റെ കയ്യിൽ കിട്ടിയ ഒരു സാധനം വെച്ചിട്ട് അവന്റെ തലക്കിട്ടടിക്കുകയാണ്. അങ്ങനെ ബോസ് ഇപ്പോൾ നിലത്ത് വീഴുന്നു. അപ്പോൾ ശിവ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിന്നെ ഇയാൾ എവിടെയാണ് അടച്ചു വെച്ചിരുന്നതെന്ന്. അപ്പോൾ ഇവള് അതെനിക്കറിയില്ല, ഇയാളുടെ വീട്ടിലാണോ അതല്ലാതെ ഇയാൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് ശിവയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നു. ആ സമയത്ത് ശിവ പറയുന്നു ഇയാൾക്കൊരു പഴയ ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്ന്. എന്നാൽ ഇത് കേട്ട സമയത്ത് ആ ബോസ് പറയുന്നു ആ ഗസ്റ്റ് ഹൗസ് കുറെ ആയിട്ട് ഞാൻ തുറന്നിട്ടൊന്നുമില്ല, അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നും ഇല്ല എന്നൊക്കെ ഈ ബോസ് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവള് എന്തായാലും ഇയാളെയും കൂട്ടി ആ സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഇവര് നേരെ വണ്ടി എടുത്തിട്ട് അവിടേക്ക് പോവുകയാണ്. അവിടേക്ക് ചെന്ന സമയത്ത് അവൾക്ക് കുറെ അധികം കാര്യങ്ങൾ ഓർമ്മ വരുന്നു. എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഇവിടെയാണ് ഈ ദുഷ്ടൻ എന്നെ അടച്ചു വെച്ചിരുന്നതെന്ന്. അങ്ങനെ അവർ അവിടെ നോക്കുന്ന സമയത്ത് അതുപോലെ മറ്റൊരു പെണ്ണിനെയും അവിടെ ഇങ്ങനെ തടവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആരാണെന്ന് നോക്കുന്ന സമയത്ത് നമ്മളുടെ ഐശു ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ബോസ് ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ എന്ന് മനസ്സിലാക്കിയിട്ട് ഇവര് ആ ബോസിനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് ശിവ ഇപ്പോൾ ഐശുവിനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരുന്നു. അതിനുശേഷം ഇവര് വീട്ടിലെത്തിയപ്പോൾ ശിവ അവളുടെ
അവളുടെ അടുത്ത് പറയുന്നു, അയാൾ നിന്നോട് ഇത്രയും ക്രൂരത ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിന്നെ ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ചു, നിലത്ത് ഭക്ഷണം ഇട്ടിട്ട് അതുവരെ നിന്നോട് കഴിക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു വ്യക്തിക്ക് ഇത് തന്നെയാണ് ഗതി, ഇവനൊക്കെ ഇങ്ങനെ തന്നെ മരിക്കണം എന്നൊക്കെ ശിവ ഇപ്പൊ പറയുന്നു. ഇത് കേട്ടപ്പോഴേക്കും നമ്മളുടെ ഹീറോയിൻ ആകെ ദേഷ്യം വന്നു. ഹീറോയിൻ എന്നിട്ട് അവനോട് ചോദിച്ചു, ശിവ നിന്റെ അടുത്ത് ഞാൻ അതിന് ഈ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോഴേക്കും ശിവ, നീ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവള് പറയുന്നു, ഇല്ല ഞാനിത് പറഞ്ഞിട്ടില്ല, ഞാൻ പറയാതെ ഈ കാര്യം എങ്ങനെ നിനക്കറിയാം എന്ന് അവള് അവന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോഴേക്കും ഇവനാകെ ടെൻഷനായിട്ട് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന കത്തി എടുത്ത് അവളെ കുത്താൻ വേണ്ടി വരികയാണ്. പക്ഷെ കറക്റ്റ് സമയത്ത് നമ്മളുടെ ഹീറോയിൻ മാറി ആ കത്തി പിടിച്ച് മേടിച്ചിട്ട് ശിവയ്ക്കിട്ട് കുത്തുകയാണ്. അപ്പോഴാണ് ശിവ അവളുടെ അടുത്ത് സത്യം പറയുന്നത്, നിന്നെ 4 വർഷം തടവിൽ വെച്ചത് ഞാൻ തന്നെയാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നിന്റെ പുറകെ കുറെ നടന്നതാണ്, എന്നാൽ നീ എന്നെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അതെല്ലാം നിന്റെ കയ്യിലുണ്ടായിരുന്ന പൈസയുടെ അഹങ്കാരം മാത്രമായിരുന്നു. അത് മൊത്തം അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനിതെല്ലാം ചെയ്തത്. അങ്ങനെയൊക്കെ അവനിപ്പോൾ പറയുകയാണ്. അപ്പോഴാണ് ശരിക്കും എന്താണ് നടന്നിട്ടുള്ളതെന്ന് നമുക്കിപ്പോൾ കാണിക്കുന്നത്. ശരിക്കും ശിവ ചെയ്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവള് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇവനാണ് ചെയ്തതെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ ബോസ് എങ്ങനെ സംസാരിക്കുന്നോ അതേപോലെ ഇവൻ സംസാരിക്കുകയും ബോസ് യൂസ് ചെയ്യുന്ന സെയിം പെർഫ്യൂം യൂസ് ചെയ്യുകയും അതുപോലെ ബോസ് എപ്പോഴും പറയാറുള്ള കാര്യങ്ങളെ പറ്റി പറയുകയും ചെയ്തു, അതായത് ഭഗവത്ഗീതയുടെ കാര്യങ്ങളൊക്കെ. അതുമാത്രമല്ലാതെ അവനിപ്പോൾ അവളുടെ അടുത്ത് പറയുന്നു, നിന്റെ അമ്മേനെ അച്ഛനെയൊക്കെ കൊന്നത് ഞാൻ തന്നെയാണ്, അങ്ങനെ നിന്റെ സ്വത്തും കാര്യങ്ങളും എല്ലാം നശിപ്പിച്ച് ഇനി നീ പുറത്തു വന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊരു നില എത്തിച്ചിട്ടാണ് നിന്നെ ഞാൻ പുറത്തേക്ക് ഇറക്കിയത്. ഹീറോയിന് ശരിക്കും ആ ഒരു കാർ ഇടിക്കുന്ന ആ ഒരു സീനില്ലേ, അത് ശരിക്കും ഇവൻ ദൂരത്ത് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവൻ എല്ലാ കാര്യങ്ങളും ഇവളുടെ അടുത്ത് പറയുകയാണ്. എന്നിട്ട് അവള് നേരത്തെ ബോസിന് മയങ്ങാനുള്ള മരുന്ന് കലർത്തി വെച്ച ആ ഒരു ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുകയാണ്. എന്നിട്ട് അവൻ അവളുടെ അടുത്ത് പറയുന്നു, നീ എന്നെ കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നീ പിന്നെയും ആ കാര്യം തന്നെ ഓർത്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആ ബോസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോസ് ആണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കി നീ അവനെ കൊന്നു കഴിഞ്ഞാൽ അതോടുകൂടിയെങ്കിലും നീ ഓക്കെ ആകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ആ മരുന്ന് കലർത്തി വെച്ചിട്ടുള്ള ഡ്രിങ്ക്സ് മുഴുവൻ എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ അവള് ചോദിക്കുന്നു, നീ എന്നെ ഇങ്ങനെ ചെയ്തത് ഓക്കെ, പിന്നെ എന്തിനാണ് ഐശുവിനെ നീ ഇപ്പോൾ തടവിലാക്കിയിരിക്കുന്നത്? അപ്പോൾ അവൻ പറയുന്നു, അവളാണെങ്കിൽ എപ്പോഴും അവളുടെ കൂടെ വാ എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെയൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ആ മരുന്ന് കലർന്ന ഡ്രിങ്ക്സ് കുടിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ മയങ്ങി വീഴുകയാണ്. അവിടെ വെച്ച് കേട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത്, ഇവനിപ്പോൾ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മളുടെ ഹീറോയിൻ ഉണ്ടായിരുന്നില്ലേ, അതേ സ്ഥലത്ത് ഇപ്പോൾ ഇവൻ കിടക്കുകയാണ്. ഇവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു പോകാൻ നോക്കുന്ന സമയത്ത് ഇവന്റെ കാലിൽ ആ ഡിവൈസും ഉണ്ട്. അവിടെ വെച്ച് നമ്മളുടെ ഹീറോയിൻ ചിരിക്കുന്ന ഒരു സീനും കൂടി കാണിച്ചുകൊണ്ട് ഈ മൂവി അവസാനിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.